ബസ്സിൽ ലൈംഗിക അതിക്രമം എന്ന വ്യാജ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്. യുവതി പരാതി പറഞ്ഞിട്ടില്ല എന്നും ബസ്സിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായി അറിയില്ല എന്നുമാണ് ബസ് ജീവനക്കാർ പറയുന്നത്. ബസ്സിൽ ലൈംഗികാതിക്രമം നടന്നുവെന്ന പേരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകയായ ഷിംജിത മുസ്തഫ വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ദീപക്കും ഷിംജിതയും സഞ്ചരിച്ച ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ദീപക് ബസ്സിൽ കയറുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ CCTVയിലുണ്ടെങ്കിലും ബസ്സിലെ പുറകിലുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല. ബസ്സിൽ ലൈംഗികാതിക്രമം നടന്നു എന്നതിനെക്കുറിച്ച് യുവതി യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ലെന്നും പിന്നീട് വാർത്ത പ്രചരിച്ചപ്പോഴാണ് സംഭവങ്ങൾ അറിയുന്നതെന്നും ബസ്സിലെ ജീവനക്കാർ പറഞ്ഞു. എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിൽ രണ്ടാമത്തെ ദിവസമാണ് ഇത് അറിയുന്ന കാര്യമായിട്ട്. പിന്നെ പറഞ്ഞാൽ നമ്മളെ മുതലാളിയെ നമ്മൾ ആദ്യം വിളിച്ച് പറയുന്നത് വണ്ടിയിലെന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് മുതലാളിയാണ് നമ്മളോട് ചോദിക്കണം. അപ്പോൾ നമ്മളെ വണ്ടിയിൽ അങ്ങനെ കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല, ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവർ പരാതി തരുമോ, നമ്മളെ വണ്ടിയിൽ ഒന്നും അങ്ങനെ സംഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അവരൊരു ഒന്നും പറയുമോ, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് എന്ന് പറയുമോ നമ്മൾ ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ പോലീസിൽ കുറേ അറിയിക്കേണ്ട ആവശ്യമില്ല. ബസ്സിൽ നിന്ന് ശേഖരിച്ച ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കും. ഷിംജിത മുസ്തഫ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ച ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കേസിൽ സൈബർ വിദഗ്ധരുടെ സഹായവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ഇതിന് പിന്നാലെയാണ് ഷിംജിത മുസ്തഫ ഒളിവിൽ പോയത്. ജനം, കോഴിക്കോട്.